ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 18ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓഗസ്റ്റ് 4-ാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിവസമാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി വൈദികരുടെ മധ്യസ്ഥനാണ്. ഏറെ പ്രത്യേകിച്ച് ഇടവക വൈദികരുടെ മധ്യസ്ഥനാണ്. നമ്മള് ഇടവ വൈദികരുടെ മധ്യസ്ഥൻ എന്നതിനോടൊപ്പം തന്നെ പാപ്പ നമ്മൾ 2009 അദ്ദേഹത്തിന്റെ 150-ാം ചരമ വാർഷികമായിരുന്നു. 1859 അദ്ദേഹം മരണപ്പെട്ടത്. 150-ാം ചരമ വാർഷികത്തില് അത് ഇങ്ങനെ ഇയർ ഓഫ് പ്രീസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണ്ടായി, പുരോഹിതരുടെ വർഷമായിട്ട് പ്രഖ്യാപിക്കണ്ടായി. 2009, 2010 2010 ആ പൗരോഹിത്യ വർഷത്തിന്റെ സമാപന സമയത്താണ് ഞങ്ങളുടെ ഒരു ബാച്ചിന്റെ തിരുപ്പട്ട സ്വീകരണമൊക്കെ നടന്നത്. ഞങ്ങളെപ്പോഴും അത് നന്ദിയോടുകൂടി ദിവസങ്ങളിൽ ഓർക്കുന്നൊരു കാര്യമാണ്. പൗരോഹിത്യ വർഷമായിരുന്നു അത്. അപ്പൊ അത് അന്ന് പാപ്പ പറയുകയുണ്ടായി, ഇത് ഇനി മുതൽ ജോൺ മരിയ വിയാനി എല്ലാ വൈദികരുടെ മധ്യസ്ഥനാണ്. ഇടവൈദികരുടെ മാത്രമല്ല, എല്ലാ വൈദികരുടെ മധ്യസ്ഥനാണ്. അപ്പൊ അങ്ങനെ വൈദികരുടെ മധ്യസ്ഥനായ വൈദികരുടെ ജീവിതത്തിന് വലിയൊരു മാതൃക ജീവിതം കൊണ്ട് പഠിപ്പിച്ച പതിനായിരക്കണക്കിന് മനുഷ്യരെ കുംഭസ്നാനത്തിലൂടെ കർത്താവിലേക്ക് തിരികെ കൊണ്ടുവന്ന ശക്തനായ ഒരു പുരോഹിതൻ. മണിക്കൂറുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുകയും ഏതാണ്ട് 18 മണിക്കൂറോളം കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്ന വ്യക്തി. അതുപോലെ തന്നെ നിരന്തരം ജപമാല ചൊല്ലിയിരുന്നൊരു പുരോഹിതൻ. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മളിന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയെ വൈദികരുടെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കുന്നത് 1929 11-ാം പിയൂസ് പാപ്പയാണ്. നമുക്ക് ഇതിന്റെ 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രഖ്യാപനത്തിന്റെ 100-ാം വാർഷികത്തിലേക്ക് കൂടെയൊക്കെ നമ്മൾ എത്തുകയാണ്. ജോൺ മരിയ വിയാനി ആർസ് എന്ന ഇടവകയുടെ വികാരിയായിരുന്നു. ഫ്രഞ്ച് വിപ്ലവ കാലത്താണ് അദ്ദേഹം ജനിച്ചതെന്ന് നമ്മുടെ ചരിത്രത്തിൽ വായിക്കുന്നത്, അതായത് ജീവചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. ഒരു ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നാണ് ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്, 1789. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ജനിച്ച ഈ വിശുദ്ധൻ സത്യത്തിൽ ഒരു ആത്മീയ വിപ്ലവത്തിന്റെ അധികാരിയായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക. വലിയൊരു ആത്മീയ വിപ്ലവമാണ് അദ്ദേഹത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ, പിന്നെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇതൊരു തർക്കമാണ്, പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കമാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആത്മീയ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പാരമ്പര്യവാദം എന്ന് പറയുന്നത്. പാരമ്പര്യവാദം, ഞങ്ങൾ ഇന്നതാണ്, ഞങ്ങളുടെ ഇടവകയ്ക്ക് ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്, ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കീഴ്വഴക്കങ്ങൾ ഇതാണ്. ഞാൻ കൊല്ലം രൂപത അംഗമാണ്. ഇപ്പൊ കൊല്ലം രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയാണ്. 1329 സ്ഥാപിതമായ കൊല്ലം രൂപതയുടെ 700-ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ 3 വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പാരമ്പര്യമുണ്ട്. പക്ഷെ ഈശോയുടെ മുമ്പില് പാരമ്പര്യങ്ങളല്ല വലുത് എന്ന് പറയുന്നത്. ഇപ്പൊ നിന്റെ ഇടവകയ്ക്ക് എത്ര പഴക്കമുണ്ട്, നിന്റെ രൂപതയ്ക്ക് എത്ര പഴക്കമുണ്ട്, അല്ലെങ്കിൽ നിന്റെ കുടുംബ പാരമ്പര്യം, നിന്റെ കുടുംബം, നിന്റെ അപ്പനപ്പൂപ്പന്മാര് ക്രിസ്ത്യാനികളായി തോമാശ്ലീഹായിൽ നേരിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച തൊട്ട് ഇന്ന് വരെയുള്ള ഏറ്റവും മുറ്റ് ക്രിസ്ത്യാനികളാന്നൊക്കെ പറയുന്ന രീതിക്ക് നമ്മൾ പറയുമ്പോൾ അത്രയും പാരമ്പര്യം ഉണ്ടോ? ഈ സംഭവത്തിന് ഈശോയുടെ മുമ്പിൽ വലിയ വിലയൊന്നുമില്ല. ഈശോയ്ക്ക് ഇത് വലിയ വിലയൊന്നുമില്ല. ഈശോ പറയുന്നത് നിന്റെ മനുഷ്യത്വത്തിന് എത്ര വിലയുണ്ട്, അതാണ് ഈശോയ്ക്ക് പ്രധാനം. നീ ഇന്ന് ക്രിസ്ത്യാനിയായവനാണോ? ഒരു കുഴപ്പമില്ല. നീ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുന്നുണ്ടോ? ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല മനുഷ്യനാണോ? അതിനാണ് പ്രാധാന്യം, അതിനാണ് ചൈതന്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ സുവിശേഷഭാഗത്ത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള തർക്കം എന്ന തലക്കെട്ടോടുകൂടി ഈ ഭാഗം വായിക്കുമ്പോൾ അതിന് പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? കൈ കഴുകില്ല എന്ന് പറയുന്നൊരു സംഭവം ആണ് ഇവർ തെറ്റിച്ചത്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ കൈ കഴുകുക എന്ന് പറഞ്ഞൊരു റിച്വലുണ്ട്, ഒരു ആചാരം. ദ റിച്വൽ ഓഫ് വാഷിംഗ് ഹാൻഡ്സ് ഓഫ് ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ
ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ കൈ കഴുകുന്ന രീതിയുടെ വീഡിയോ ഒക്കെ ഉണ്ട്. നമുക്കത് കാണാൻ വളരെ രസകരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊരു റിച്വലാണ് അവരുടെ. നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് കൈ കഴുകുക എന്ന് പറയുന്നൊരു ഹൈജീൻ പ്രശ്നമല്ല അവർ പറയുന്നത്. അങ്ങനെ ശരി ഇങ്ങനെ എന്താണ് ആരോഗ്യപരമായ പ്രശ്നമല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് റിച്വലിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ സത്യത്തില് വെള്ളമില്ലാത്തൊരു നാടാ, വെള്ളം കുറവുള്ള മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ, ഇങ്ങനെ ആ ഒരു ഇത്തിരി വെള്ളം കുറവുള്ള നാടെന്നാണ് നമ്മൾ കാണേണ്ടത്. ആ വെള്ളം കുറവുള്ള ഒരു നാട്ടില് പല ആവർത്തി വെള്ളമൊഴിച്ച് പല രീതിയിൽ പല വശങ്ങളിലൊക്കെ ആയിട്ട് കൈ കഴുകുന്ന ഒരു ആചാരം നിലനിൽക്കാന്ന് പറയുന്നത് ഒരു ആഡംബരമാണ്. അതിനൊരു പ്രശ്നമാണ്. മനുഷ്യർ കുടിക്കാനുള്ള വെള്ളമാണ് ഈ ആചാരം കാണിച്ച് വേസ്റ്റ് ആക്കി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യം. എന്നിട്ട് ഇവർ പറയും ഇതാണ് നമ്മുടെ പാരമ്പര്യം. വിശ്വ പറയാണ് വേസ്റ്റ്, അതെടുത്ത് മനുഷ്യന് കുടിക്കാൻ കൊടുക്കുക. ഈ ആചാരങ്ങളും പിടിച്ചോണ്ട് ഈ പാരമ്പര്യം പിടിച്ചോണ്ടിരിക്കാതെ ഈ വെള്ളമില്ലാത്തൊരു കുടിക്കാൻ കൊടുക്കുക എന്ന രീതിയിലാണ് ഈശോ ഇതിനെ ഒഴിവാക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ട്. അത് നമ്മളിവിടെ പറയുന്നില്ലെങ്കിൽ പോലും ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകിയില്ലല്ലോ, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് അവരുടെ ചോദ്യം. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? അതാണ് ഈശോയുടെ തിരിച്ചുള്ള ചോദ്യം. ഇതിനെ കുറിച്ച് വിട്ടിട്ട് പിന്നെ 10 മുതൽ 14 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ ഇവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നെ ഭക്ഷണത്തിലിരിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യം, നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവിൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല, വായിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. അതായത് നിന്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യങ്ങളല്ല, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നിന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത്, നിന്റെ ഔട്ട്പുട്ട് എന്താണോ അതാണ് നിന്നെ അശുദ്ധനാക്കാൻ പോകുന്നത്. നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി അതൊക്കെ കർത്താവിന്റെ കരുണയില്ലാത്തതും സ്നേഹമില്ലാത്തതുമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതാണ് നിന്നെ അശുദ്ധനാക്കുന്നത്. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. എന്നിട്ട് പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ രസകരമായ സംഭവം, നമ്മൾ ഇന്നത്തെ തിരുനാളുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്ന ഒരു സുവിശേഷ ഭാഗം. അപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ വചനം ഫരിസേയർക്ക് ഇടർച്ച ഉണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ? പ്രശ്നമായിട്ടുണ്ട്. നീ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല എന്ന് ശിഷ്യന്മാരൊന്ന് ഈശോയോട് പറയുക. നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫരിസേയർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. ആവശ്യമുണ്ട്, എല്ലാ ആവശ്യമുണ്ട്, അതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട, ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്, മിണ്ടായിരുന്നൂടെ എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുമ്പോഴത്തേക്ക് ഈശോ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. ഈശോ പറയുന്നില്ല, 14-ാം വാക്യം, 15-ാം അധ്യായം 14-ാം വാക്യം, അവരെ വിട്ടേക്ക്. ഈശോ പറയും, അവരെ വിട്ടേക്ക്, അവർ അന്ധർക്ക് വഴികാട്ടികളാകുന്ന അന്ധന്മാരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇങ്ങനെ പറഞ്ഞാണ് ഈ സുവിശേഷം അവസാനിക്കുന്നത്. അവരെ വിട്ടേക്ക്, യൂസ്ലെസ്, അവരന്ധന്മാരെ വഴി നടത്തുന്ന അന്ധന്മാരാണ്, രണ്ടും കൂടെ പോയി കുഴി വീഴത്തുള്ളൂ. അവരെ വിട്ടുകള. നിങ്ങൾ എന്തായി തീരണം? അന്ധരാണെന്ന് തോന്നുന്ന ആളുകളെ വഴികാട്ടിയായി മാറുന്ന, അവർക്ക് വഴികാട്ടിയായി മാറുന്ന വിളക്കായി മാറണം, വെളിച്ചമായി നീ മാറണം. അതാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൗരോഹിത്യ മധ്യസ്ഥനായ, പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മേരി വികാരിയുടെ തിരുനാൾ ദിവസം യാദൃശ്യമായി വന്നിരിക്കുന്ന ഈ വചനഭാഗം സത്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള പുരോഹിതർക്ക് വേണ്ടി ഈശോ പറയുന്നൊരു വാക്യമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഈശോ പറയുകയാണ്, ഈ പാരമ്പര്യവാദവുമായിട്ടൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ആചാരങ്ങളുമായിട്ട് നടക്കുന്ന പുരോഹിതരാകട്ടെ വിശ്വാസികളാകട്ടെ ആരും ആകട്ടെ, അവരെ വിട്ടേക്ക്, അവരവരുടെ വഴിക്ക് പോട്ട്. അവരന്ധന്മാരെ വഴി നടത്താൻ ശ്രമിക്കുന്ന അന്ധന്മാർ തന്നെയാണ്, രണ്ടും കൂടെ കുഴി പോയി വീഴത്തേ. പക്ഷെ നിങ്ങൾക്ക് കൃത്യമായി ഇതിന്റെ ഉള്ളറിയാൻ സാധിക്കണം, വചനത്തിന്റെ സത്യം അറിയാൻ സാധിക്കണം. നിങ്ങൾ അതിനകത്തു നിന്നും വെളിച്ചം ഉൾക്കൊള്ളണം. എന്നിട്ട് അന്ധരാണെന്ന് തോന്നുന്ന മനുഷ്യരെ, അന്ധരായിരിക്കുന്നവരെ വഴികാട്ടി കൊടുക്കുന്ന വെളിച്ചമായി നിങ്ങൾ മാറണം. ഇതാണ് ഈശോ നിന്റെ ഈ വാക്യത്തിലൂടെ പറയാതെ പറയുന്ന വാക്യം എന്നുള്ളത്. നമുക്കിന്ന് പൗരോഹിത്യത്തിൻ്റെയൊക്കെ ഈ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ദിവസമാണ് ജോൺ മേരിയുടെ തിരുനാൾ. ജോൺ മേരി വിയാനി പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായ ഒരു വാക്യമുണ്ട്. യേശുവിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം, അഥവാ യേശുവിൻ്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം. ദ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ്. പ്രീസ്റ്റ്ഹുഡ് ഈസ് എ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ്. ഹൃദയതാളം, യേശുവിൻ്റെ ഹൃദയതാളമാണ് പൗരോഹിത്യം. ആ ഹൃദയത്തിന്റെ താളത്തിനൊത്താണ് രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്, കരുണ പുറത്തേക്ക് ഒഴുകുന്നത്. ക്രിസ്തുവിന്റെ കരുണയാകുന്ന തിരുരക്തം പുറത്തേക്ക് ഒഴുകണമെങ്കിൽ ഈ ഹൃദയം ഇങ്ങനെ
കൃത്യമായ താളത്തിൽ മിടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആ ഹൃദയമിടിപ്പ് എങ്ങനെയാണോ അതുപോലെയാണ് പൗരോഹിത്യം. നമ്മുടെ പൗരോഹിത്യം ആ വിശുദ്ധിയുടെയും പുണ്യങ്ങളുടെയും താളത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലൂടെ, പുരോഹിതരിലൂടെ കരുണ ദൈവജനത്തിലേക്ക് ഒഴുകും എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വാക്യമാണ് അത് പ്രീസ്റ്റ്ഹുഡ് ഇസ് ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ് എന്ന് പറയുന്നത്. യേശുവിന്റെ ഹൃദയ താളത്തിന്റെ പേരാണ് പൗരോഹിത്യം. ശരിയായ താളത്തിൽ അത് ചലിക്കട്ടെ. അതുവഴി കൃപയുടെ രക്തം, കരുണയുടെ നീർച്ചാക മനുഷ്യരിലേക്ക് ഒഴുകട്ടെ. അതിന് അന്ധരെ വഴി നടത്തുന്ന വഴികാട്ടിയാകുന്ന വെളിച്ചം അല്ലെങ്കിൽ വിളക്കോ ഒക്കെ ആയിട്ട് മാറാനായിട്ട്, വെളിച്ചം ഉൾക്കൊള്ളുന്ന വിളക്കായി മാറാനായിട്ടുള്ള കൃപയ്ക്കായി നമ്മുടെ എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പുരോഹിതരെയും നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.